അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊരു 30 ഡേയ്സ് ഒരു 1 മന്ത് ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാൻ പോവാണ്. ഹെയർ കെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലെങ്ത്ത് വരുമെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെല്ലാം അങ്ങനെ ചാലഞ്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മുടിയുടെ ലെങ്ത്ത്. ഇതേ ഇത്രയും. അപ്പോൾ ഞാനൊരു 1 മന്ത് ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് ഞായറാഴ്ച മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യണുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാ ഡേയ്സും നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നല്ല മസാജൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് നമ്മൾ 1 മാസം നോക്കും എങ്ങനെ ഉണ്ടെന്ന്, മുടി വളരും. ഞാനിത് മുടി വളർന്നിട്ട് ഈ ഒരു ലെങ്ത്ത് നിൽക്കണേ ഉള്ളൂ. അപ്പോൾ ഞാൻ കെയർ ഒന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി എത്ര ലെങ്ത്ത് എത്ര നീളത്തിൽ വളരുമെന്ന് നമുക്ക് നോക്കാം. അപ്പം കുറേ പേര് ചോദിച്ചു എന്താണ് മുടി കട്ട് ചെയ്ത്, എന്തിനാണ് മുടി വെട്ടിയത്, നല്ല മുടിയല്ല. ലാസ്റ്റ് ടൈം എനിക്കൊരു ഇത്രയും മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് കട്ട് ചെയ്തത്, നല്ല മുടിയല്ലായിരുന്നു. ചിലവർക്ക് നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താണ് പ്രശ്നം പറയുക, എന്നോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കും. ഒരു പ്രശ്നമില്ല, സീരിയസ്ലി ഒരു പ്രശ്നമില്ല. മുടി കട്ട് ചെയ്തതല്ല, പക്ഷേ അതിൻ്റെ ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എന്താണ് മുടി ഇങ്ങനെ ആയെന്നുള്ളത് ഞാൻ പറയാം, ആക്കിയതുള്ളതെന്ന് ഞാൻ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് വന്നിട്ട് ഞാൻ ഇതിപ്പം വെട്ടിയിട്ട് ഞാനിപ്പോൾ ഈ മുടി വെട്ടിയിട്ടൊരു 4 മാസം മേലെയായി. പക്ഷേ മുടി വളരുന്നുണ്ട്, പക്ഷേ എൻ്റെ വളരുന്ന സ്പീഡ് കുറവാണ്. അതായത് നേരത്തെ ഒരു ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഒരു ഇത്രയായി. ഇപ്പോൾ ചെറുതായിട്ട് ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. കെയർ ചെയ്യുമ്പോൾ ചെറുതായിട്ട് വളരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കെയർ ചെയ്യാതിരുന്നിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് അത് വളർന്നുകൊണ്ടിരുന്നത്. നമ്മൾ വന്നിട്ട് ഒരു 30 ഡേയ്സ്, അതായത് 1 മാസം ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണ് മുടി വളരുന്നുണ്ടോ, എത്ര ലെങ്ത്ത് വെക്കും. അതായത് ഈ ചില വീഡിയോസിൽ പറയുന്നുണ്ടല്ലോ ഒരു 1 വീക്കിനുള്ളിൽ മുടി വളരാനുള്ള ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ 1 വീക്ക് പോയിട്ടൊരു മാസമെങ്കിലും എടുത്തിട്ട് മുടി എത്ര ലെങ്ത്ത് വളരും എന്നാണ് ഞാൻ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ എല്ലാ ഡേയ്സും ഞാൻ വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങളും കൂടെ ചെയ്യാൻ നോക്കും, മുടി വളരണം അല്ലെ വളർത്തണം എന്ന് ആഗ്രഹമുള്ളവർ. അപ്പോൾ വന്നിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ ഹെയർ ഡെയിലി വാഷ് ചെയ്യണില്ല. അതായത് ഞാൻ എൻ്റെ വീട്ടിലല്ല, ഇപ്പം ഞാൻ പുറത്താണ്, ജോലിക്ക് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര മോശം മീൻസ് അതിൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ടോയ്സൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഉള്ള മുടിയും കൂടെ പോയിട്ട് ഞാൻ മുട്ടച്ചിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡെയിലിയും ടോയ്സും ചെയ്യണില്ല, വീക്ക്ലി വൺസ് ചെയ്യാൻ പോകണം. അതായത് ഞായറാഴ്ച എനിക്ക് വീക്ക് ഓഫാണ്. അപ്പോൾ ഞായറാഴ്ച ഞാൻ ഹെയർ എന്തെങ്കിലും പാക്ക്, അതായത് ചെമ്പരത്തി അരച്ചിട്ട് തേക്കണതോ അല്ലെങ്കിൽ ഉലുവ അരച്ചിട്ട് തേക്കണതോ എന്തെങ്കിലും പാക്ക് മാത്രം ചെയ്യും. അല്ലാതെ ഡെയിലി, അതായത് തിങ്കൾ മുതൽ ശനി വരെ ഞാൻ നൈറ്റ് ഉറങ്ങാൻ നേരം ഞാൻ എന്തെങ്കിലും ഓയിലോ സെറമോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മസാജ് ചെയ്യും 10 മിനിറ്റ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഹെയർ വളരാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സൊക്കെ ഉണ്ടല്ലോ. അതായത് ഇവിടെ ഇങ്ങനെ ചെയ്യണം, നമ്മുടെ ഹെഡിലെ പ്രഷർ പോയിൻറ്റ്സിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കും. എന്നിട്ട് 1 മാസം എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കും. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുടി വെട്ടിയാലും എപ്പോഴും എൻ്റെ തലയിൽ എന്തെങ്കിലും കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു ഇതുപോലാണ് എനിക്ക്. അത് ഇപ്പം എൻ്റെ മുടി ഇത്രയാണുള്ളത്. ഇതാദ്യമായിട്ട് വെച്ചേക്കാണ്, ഈ ഒരു ലെങ്ത്താണ് എൻ്റെ മുടിയുള്ളത്. ഇതിന് 1 മാസം കൊണ്ട് മുടി എത്ര കിളിക്കും, എത്ര വളരും നോക്കും. അത് നമ്മൾ ഫസ്റ്റ് ഒന്നുമില്ല, ഈ ഒരു സെറമാണ് യൂസ് ചെയ്യണത്. ഒരു സെറം എടുക്കണം. ഇത് നമ്മൾ സ്കാൽപ്പിലാണ് സ്പ്രേ ചെയ്യേണ്ടത്. അങ്ങനെ സ്കാൽപ്പിൽ മൊത്തം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു മീഡിയം പ്രഷറിൽ ഇങ്ങനെ മസാജ് ചെയ്യണം. ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തിങ്ങനെ കൊടുക്കണം.
എന്നിട്ട് നിങ്ങൾക്ക് കോമ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ചീവി കൊടുക്കണം. പിന്നെ ഞാൻ കണ്ടൊരു ഇതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്നതാണ്. ഇതൊരു 5-10 മിനിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ പ്രഷർ പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അല്ല, ഒരു 5 മിനിറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഡെയിലി നൈറ്റ് ചെയ്യണം. അതായത് ഇങ്ങനെ സെറവും ഒന്നും ഇല്ലാത്തവർ ഓയിലെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചിലർ ഓയിൽ ചൂടാക്കും, ചിലർ ഓയിൽ ചൂടാക്കി കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം. ഓയിൽ വേണേൽ ഓയിലെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓയിലുണ്ടെങ്കിൽ ഓയിലെടുക്കാം. നല്ല സെറവ ഉള്ളെങ്കിൽ സെറം എടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ മുടി വളരെ എന്തെങ്കിലും കാച്ചിയ എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തൊരു ഡ്രിങ്കാണ്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തതാണ്. പക്ഷെ ഇത് ഞാൻ തേച്ചിട്ട് എനിക്ക് ഹെയർ വളരുന്നുണ്ട്, ഇത് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരൂ. കാരണം ഇത് പറഞ്ഞ് നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ഉള്ള മുടി കൂടെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ വയ്യ ഗൈസ്. അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് ഒരു മാസം ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് റിവ്യൂ പറയുന്നതായിരിക്കും. ഇതെങ്ങനെ ഉണ്ട്, നല്ലതാണോ ഇല്ല എന്നൊക്കെ പറയുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുവരെ നിങ്ങളുടെ കയ്യിൽ ഇപ്പം നിങ്ങളെ മുടി വളരാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഹെയർ കെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ഓയിലാണോ ഉള്ളത്, കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ, എന്ത് ഓയിലാണോ സെറവാണോ എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മസാജ് ചെയ്യണം. പിന്നെ കാണിച്ച പോയിൻറ്റ്സിൽ ഒന്ന് മസാജ് ചെയ്യണം. പിന്നെ കൈവച്ച് കാണിച്ചില്ലേ ഇതൊക്കെ ഒരു 5-10 മിനിറ്റ് എങ്കിലും ചെയ്യണം. അല്ലാതെ ഇങ്ങനെ കുറച്ച് വിട്ട് കഴിഞ്ഞിട്ട് മുടി വളരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരില്ല. ഇങ്ങനെ ചെയ്യണം. പിന്നെ കോമ്പ് വെച്ച് ഫ്രണ്ടിലോട്ട് ചെയ്യണം. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു മാസം ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളവിടെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ സ്കിന്നും എല്ലാവരുടെ സ്കാൽപ്പും ഒരേപോലെ ആയിരിക്കില്ല. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു റെമഡി ഞാൻ ട്രൈ ചെയ്തിട്ട് ആ റെമഡി നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മുടി വളരണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് ഞാൻ എന്തെങ്കിലും പാക്ക് ചെയ്യണത് എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് വളരും, നിങ്ങൾക്ക് ചിലപ്പോൾ അത് റിസൾട്ട് തരില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് തരുന്നുണ്ടെങ്കിലും എനിക്ക് റിസൾട്ട് തരില്ല. അങ്ങനൊരു വ്യത്യാസം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ ചെയ്തപ്പോൾ ചിലർക്ക് വളരും ചിലർക്ക് വളരുന്നില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യണത്, അതായത് ആഴ്ചയിൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നല്ല വെള്ളമൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിലൊരു 2 ദിവസമൊക്കെ തലയിൽ പാക്ക് ഇട്ടിട്ട്, അതായത് ഈ മുട്ടയുടെ വെള്ള, പിന്നെ ഷാമ്പൂ, പിന്നെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറേ വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ഞായറാഴ്ച നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അല്ലാതെ നോർമൽ മസാജ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസം കൊണ്ട് എന്ത് വ്യത്യാസം വരും നമ്മൾ നോക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ കാണിക്കാൻ വിട്ടുപോയൊരു സാധനമുണ്ട് ഗൈസ്. അതായത് ഞാനൊരു മസാജർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ മസാജർ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് മേടിച്ചിട്ട് നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മസാജ് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും പ്രസ് ചെയ്താൽ കുറച്ചുകൂടെ സ്പീഡ് കൂടും, വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇച്ചിരൂടെ സ്പീഡ് കൂടും. ഇത് ആക്ച്വലി നല്ലൊരു സംഭവമാണ്. റിലാക്സ് കിട്ടും. നമുക്ക് തലവേദന അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് തലയ്ക്കൊരു മസാജ് വേണം, മസാജ് ചെയ്യാൻ ആരും ഇല്ലെന്ന് തോന്നുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഹെഡ് മസാജ് കിട്ടിയതിനെ കൊള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു 2-3 മാസത്തോളം. ഇതുവരെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഊരാം. ഇതിൽ ഓരോ കാര്യം ഇങ്ങനെ ഊരിയിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഈ ഒരു സാധനം നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും വാഷ് ചെയ്ത് നല്ല ഡ്രൈ ഒക്കെ ആക്കിയിട്ട് വീണ്ടും ഇതിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതായത് ഇത് കഴുകണ്ട, ഇത് ബ്രഷ് മാത്രം കഴുകിയാൽ മതി.
പിന്നെ നിങ്ങളുടെ കഴുത്ത്, ഈ ഒരു ഭാഗമില്ലേ കഴുത്ത്, നിങ്ങളുടെ കൈ, പിന്നെ കാലൊക്കെ മസാജ് ചെയ്യണം അത്യാവശ്യം. എന്താ പിന്നെ ഇതിലൊരു സെൻസർ ലൈറ്റും വരുന്നുണ്ട് ഇവിടെ. ആക്ച്വലി ഇതേപോലത്തെ ഹെഡ് മസാജർ യൂസ് ചെയ്യുന്നവരൊക്കെ നല്ല റിവ്യൂ ആണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കേബിൾ ചാർജർ വരുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സി ടൈപ്പ് ആണെന്ന് തോന്നുന്നു, നമുക്ക് ചാർജ് ചെയ്യാം. ഇത്ര അതായത് 8 മിനിറ്റ് സംതിങ് എന്തോ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കും. 8 മിനിറ്റാണ് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെ ടൈം കഴിയുമ്പോൾ ഇത് ഓഫാവും, ചിലപ്പോൾ ചാർജ് കഴിയുമ്പോൾ ഓഫാവും. അപ്പോൾ നിങ്ങൾ ചാർജ് കഴിയുവാണെങ്കിൽ കുത്തിയിട്ടിട്ട്, അതായത് ഈ ഒരു ടൈം വരെ യൂസ് ചെയ്താണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജ് തീരും, അല്ലെങ്കിൽ ഓഫ് ആവണമെങ്കിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കണം ഓഫായതാണോ ചാർജ് തീർന്നതാണോ എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ. ആക്ച്വലി ഇതുവരെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.